ഹലോ, ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് പോർക്ക് ഫ്രൈ ആണ്. നമുക്ക് ഈസ്റ്ററിന് ഒഴിച്ചുകൂടാൻ പറ്റാത്ത ഒരു സംഭവമാണല്ലോ ഈ പോർക്ക് ഫ്രൈ എന്ന് പറയുന്നത്. നമുക്കിതെങ്ങനെ ഉണ്ടാക്കാൻ നോക്കാം. ആദ്യം ഞാൻ കത്തിയൊക്കെ ഒന്ന് മൂർച്ച കൂട്ടി. ഇതൊരു 3 കിലോയോളം വരുന്ന പോർക്കാണ് കേട്ടോ. നല്ലപോലെ കട്ട് ചെയ്ത് ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കി ഇതുപോലെ കുഞ്ഞു കുഞ്ഞു കഷ്ണങ്ങളാക്കി. അത് കഴിഞ്ഞിട്ട് ഞാൻ ഇത് നല്ലപോലെ ഒരു 7-8 തവണ ഞാൻ കഴുകിയെടുത്തു കേട്ടോ. അത് കഴിഞ്ഞ് ഇതിനകത്ത് വെള്ളം വാർന്നു പോകാൻ വേണ്ടിയിട്ട് കുറച്ച് നേരം വെച്ചു. അത് കഴിഞ്ഞതിന് വേണ്ടി ഞാൻ 2 സവോള എടുക്കുന്നത്. ഒത്തിരി സവോള ഞാൻ ഇടാറില്ല. പിന്നെ ഒരു ഉണ്ട വെളുത്തുള്ളിയും അതുപോലെ നേരത്തെ കാണിച്ച ജിഞ്ചറിൻ്റെ ഒരു ഹാഫ് പോർഷൻ എടുത്തുള്ളൂ കേട്ടോ. അത് കഴിഞ്ഞിട്ട് ഇതിന് വേണ്ടി മസാലയ്ക്ക് വേണ്ടി മഞ്ഞൾപ്പൊടി 3 ടേബിൾ സ്പൂൺ കാശ്മീരി മുളക് പൊടി, മല്ലിപ്പൊടി ഒത്തിരി എടുക്കാറില്ല, ഒരു 1.5 ടേബിൾ സ്പൂൺ പോലെ എടുക്കുന്നുള്ളൂ. അത് കഴിഞ്ഞിട്ട് എൻ്റെ അടുത്ത് ഗരം മസാല ഇല്ലാത്തതുകൊണ്ട് ഞാൻ ഇതിനകത്ത് മീറ്റ് മസാലയാണ് കേട്ടോ ഇട്ടത്. ഒരു 1.25 ഓൾമോസ്റ്റ് 2 ടേബിൾ സ്പൂണിൻ്റെ അടുത്ത് മറ്റേ മീറ്റ് മസാലയും കൂടി ഇട്ട് ജസ്റ്റ് ഒന്ന് വറുത്ത് അതിൻ്റെ ഒരു പച്ചമണം പോയി കഴിഞ്ഞ് ഇതെല്ലാം പന്നിയിലേക്ക് ആഡ് ചെയ്തു. അത് കഴിഞ്ഞിട്ട് ഇതിനകത്തേക്ക് ഒരു ആവശ്യത്തിന് ഉപ്പും ആഡ് ചെയ്ത് പിന്നെ ഒരു 2 ടേബിൾ സ്പൂണോളം എണ്ണ ഒഴിക്കുന്നുണ്ട്. ഈ എണ്ണയെല്ലാം ഒഴിച്ച് നല്ല പോലെ മിക്സ് ചെയ്യും. എല്ലായിടത്തും എത്തുന്ന രീതിയിൽ മിക്സ് ചെയ്ത് ഓക്കെ കഴിയുമ്പം നമ്മളിത് അടുപ്പത്ത് ഹൈ ഫ്ലെയിമിൽ വെക്കും. അത് കഴിഞ്ഞ് ഒന്ന് തിളയ്ക്കുന്നോടം വരെ ഹൈ ഫ്ലെയിമിൽ തന്നെ വെക്കും. ഒന്ന് തിളച്ച് കഴിയുമ്പം ഫ്ലെയിം ലോ ആക്കി വെക്കും കേട്ടോ. അത് കഴിഞ്ഞ് തിളച്ച് കഴിയുമ്പോൾ ഞാൻ ചെയ്യും, ഒരു ടേബിൾ സ്പൂൺ വിനെഗർ ആഡ് ചെയ്യും. ചിലപ്പോൾ നമുക്ക് ഈ പന്നിയിലൊരു മക്ക് ചൊവ പോലെയൊക്കെ ഉണ്ടാവുമല്ലോ, അപ്പം അതില്ലാണ്ടിരിക്കാൻ വേണ്ടി ഞാൻ ഒരു ടേബിൾ സ്പൂൺ വിനെഗർ അല്ലെങ്കിൽ നമുക്ക് നാരങ്ങ നീരും ആഡ് ചെയ്യാം കേട്ടോ. അതെല്ലാം ഇളക്കി അത് കഴിഞ്ഞ് ഹൈ ഫ്ലെയിം ലോ ഫ്ലെയിം ആക്കി വെച്ചു. ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കുറച്ച് കഴിഞ്ഞപ്പോൾ ഞാനൊരു ടേബിൾ സ്പൂൺ ഇല്ല, അതിലും കുറവാണ്, കുറച്ച് കുരുമുളകും കൂടി ആഡ് ചെയ്ത് ഒന്ന് കൂടി ഇളക്കി വെച്ചു. അത് കഴിഞ്ഞ് ഇത് ഞാൻ കടുക് പൊട്ടിച്ചിടാൻ വേണ്ടിയിട്ട് ചെയ്യുന്ന കേട്ടോ. കടുക് പൊട്ടിക്കാൻ നേരത്തെ ഞാൻ ഇതുപോലെ വെളുത്തുള്ളി നല്ലപോലെ ഇടിച്ച് ഈ കടുക് പൊട്ടിക്കുന്നതിൻ്റെ കൂടെ ആഡ് ചെയ്യും. അത് കഴിഞ്ഞിട്ട് ഇതിനകത്തേക്ക് കുരുമുളക് പൊടി ഒരു 1.5 ടേബിൾ സ്പൂണോളം കുരുമുളകും കൂടി ഇട്ട് നല്ല പോലെ മൂപ്പിച്ചിട്ട് നമ്മൾ ഈ വെന്ത് വരുന്ന ഈ പോർക്കുണ്ടല്ലോ പോർക്കിനകത്തേക്ക് ആഡ് ചെയ്യും. ഇങ്ങനെ ചെയ്ത് നോക്കുമ്പോൾ നമുക്ക് വേറൊരു നല്ല ടേസ്റ്റ് വരും കേട്ടോ. നിങ്ങൾ ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്ക്, അന്നേരം അറിയാം ഇങ്ങനെ ചെയ്യുമ്പോൾ ഉള്ള ഒരു വ്യത്യാസം. സാധാരണ ഉണ്ടാക്കുന്നതിനേക്കാളും വേറൊരു ടേസ്റ്റ് തന്നെയായിരിക്കും ഇങ്ങനെ ചെയ്യുന്നത്. പിന്നെ ഇത് നല്ലപോലെ വഴറ്റി ഇതിനകത്ത് വെള്ളമൊക്കെ പോയി ഏകദേശം നമുക്കൊരു ഫ്രൈ ചെയ്ത് വരുന്നൊരു പരിവാകുമ്പോഴത്തേനും ഇതങ്ങ് ഓഫാക്കും. അപ്പോൾ അത്രയേ ഉള്ളൂ. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. ബൈ.